ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കർമ്മ, അതേപോലെ തന്നെ കോസസ് ആൻഡ് എഫക്റ്റ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കർമ്മ ഈസ് ലൈക്ക് എ ബൂമറാങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ശരിക്കും കർമ്മ എന്താണ്? നമ്മൾ എന്താണോ യൂണിവേഴ്സിന് കൊടുക്കുന്നത്, അത് ഗുഡ് ഓർ ബാഡ് എന്തായിക്കോട്ടെ, അത് അതേപോലെ നമ്മളിലേക്ക് എത്തുന്നു എന്നാണ് കർമ്മ ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കോസസ് ആൻഡ് എഫക്റ്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത്, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, അത് ഗുഡ് ഓർ ബാഡ് എന്തായിക്കോട്ടെ, അത് അതേ രീതിയിൽ നമ്മളിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല. മറ്റൊരു വഴിയിലൂടെ നമ്മൾ അതേ കാര്യം അനുഭവിച്ചിരിക്കും എന്നാണ് അവിടെയും പറയുന്നത്. ഭയങ്കര സിമിലാരിറ്റീസ് ആണ് രണ്ടിനും ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫലം നമ്മൾ അനുഭവിക്കും എന്ന് തന്നെയാണ് രണ്ടിലും പറയുന്നത്. അപ്പം കർമ്മയ്ക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായമായ ആളുകളെയൊക്കെ നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളെയും നമ്മളുടെ ചെറുമക്കളൊക്കെ കൊണ്ടാക്കും എന്നാണ് അവിടുത്തെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കോസസ് ആൻഡ് എഫക്റ്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് നമ്മൾ ഒരാളെ വിശ്വാസവഞ്ചന ചെയ്തു എന്ന് വെച്ചാൽ നമ്മളെ മറ്റൊരാൾ വിശ്വാസവഞ്ചന ചെയ്യണമെന്ന് നിർബന്ധമില്ല. പകരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ബിസിനസ് വഴി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ മറ്റൊരു രീതിയിലൂടെ ആ ഒരു വ്യക്തി എത്രമാത്രമാണോ അതിനെ ഫേസ് ചെയ്തത് അതേ രീതിയിൽ തന്നെ നമ്മളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് കോസസ് ആൻഡ് എഫക്റ്റ് പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് ചൈനീസ് ഫിലോസഫറായിട്ടുള്ള കൺഫ്യൂഷ്യസ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തോ അത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ആരും നെഗറ്റിവിറ്റി ആഗ്രഹിക്കുന്ന മനുഷ്യരല്ല അല്ലേ. നമുക്ക് സങ്കടം വരണം, നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് പൈസയ്ക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരണം, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കണം, അതല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ ഒരുപാട് സങ്കടത്തിലോട്ട് പോകണം, അങ്ങനൊന്നും ആരും ആഗ്രഹിക്കത്തില്ല അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു വ്യക്തിക്കും അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ എന്താണ് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് തന്നെ തിരികെ എത്തുന്നു എന്നാണ് ഇവിടെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയും ആഗ്രഹിക്കാതിരിക്കുക. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കർമ്മ ആയിക്കോട്ടെ കോസസ് ആൻഡ് എഫക്റ്റ് ആയിക്കോട്ടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ഭഗവത്ഗീത, അതേപോലെ തന്നെ ഉപനിഷത്തുകൾ, ബൈബിൾ, ഖുറാൻ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഡു നോട്ട് ജഡ്ജ് ആൻഡ് യു വിൽ നോട്ട് ബി ജഡ്ജ്, ഡു നോട്ട് കണ്ടം ആൻഡ് യു വിൽ നോട്ട് ബി കണ്ടംഡ്, ഫോർഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഫോർഗിവൻ, ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നീ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, അപ്പം നിന്നെയും ആരും ജഡ്ജ് ചെയ്യുകയില്ല. ഡു നോട്ട് കണ്ടം, നീ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, അപ്പം നിന്നെയും ആരും കുറ്റപ്പെടുത്തുകയില്ല. അതേപോലെ തന്നെ ഫോർഗിവ്, ക്ഷമിക്കുക, അപ്പം നിന്നെയും എല്ലാവരും ക്ഷമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഗിവ്, കൊടുക്കുക, കൊടുക്കുമ്പോൾ തിരികെ നമുക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ഏതളവിലാണോ നമ്മൾ ചെയ്യുന്നത് അത് അതേ അളവിൽ തന്നെ നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് മാത്രമല്ല അതിൻ്റെ ഇൻറ്റൻഷൻ കൂടി വാല്യുബിളാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നല്ലൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരിക്കണം. ഒരിക്കലും മോശ ചിന്താഗതിയോടുകൂടി നല്ല കാര്യം ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല. നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ, ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ തന്നെ നമ്മളിലേക്ക് ആ ഒരു കർമ്മഫലം തിരികെ എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.